തോട്ടണ്ടി ഇറക്കുമതി കേസിൽ അഴിമതി സംബന്ധിച്ച് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് സർക്കാരിൻ്റെ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ചെന്നു. പക്ഷെ ആ ഉത്തരവിൽ കോടതിയെ അധിക്ഷേപിക്കുന്ന ചെന്നിരുന്നെങ്കിൽ ഇവരെല്ലാവരും അവിടെ പോയി കയറിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, സർക്കാരിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരോ ആണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നതെന്നാണ്. അല്ല, അതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതാണ് അവിടെ നടക്കുന്നത്. പിണറായി പോലീസ്, പിണറായി ഉദ്യോഗസ്ഥന്മാർ, പിണറായിയുടെ പ്രോസിക്യൂട്ടർമാരെല്ലാം ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയം വേണ്ട, ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇവർ ഇതുപോലെ എഴുതി കൊടുക്കും. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഓഫീസാരും കണ്ടില്ലേ എന്ന് സ്വാഭാവികം ചോദിക്കേണ്ടി വരും. അല്ല, ഇതിനകത്ത് സംശയത്തിന്റെ നിഴലിൽ മുഖ്യമന്ത്രിയാണ്. കാരണം സ്വാഭാവികമായും സംശയിക്കും. നമ്മളും ഇത്ര ധൈര്യം വരും. അല്ല, നമ്മളും ഇന്നലെയൊക്കെ സ്റ്റോറി ചെയ്തത് അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്ത അനാലിസിസുകൾ ചെയ്തതൊക്കെ വി ഡി സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം വി ഡി സതീശന്റെ വിശ്വസ്തനാണ് ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. അപ്പോൾ ഈ ആർ ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ പിണറായി സർക്കാർ കഴിവതും ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം പിണറായിയോട് ഇതേ സംബന്ധിച്ച് പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തില്ലേ, ഇന്ന എന്താ പ്രശ്നമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഏതാണ്ട് അതേ രീതി തുടർന്ന് വരികയാണ് ഇത്. ഇപ്പോൾ ഇന്നലെ കോടതിയിൽ ചെന്ന ആ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ ചെന്നു എന്ന് പറയാൻ കഴിയില്ല, AGയുടെ കൈവശം ചെന്നു. AGയുടെ കൈവശം ചെന്നപ്പോഴേ AGക്ക് അപകടം മണത്തിട്ട് AG ഇതിന് സാവകാശം ചോദിച്ചു. ഉത്തരവിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സാവകാശം കോടതിയോട് ചോദിക്കുകയും കോടതി അടുത്ത ബുധനാഴ്ച വീണ്ടും വരാൻ പറയുകയും. എനിക്ക് വന്ന വ്യക്തതയല്ല, ഇത് മുഴുവൻ ഉടായ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ഈ സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്താൻ കണക്കാക്കി തയ്യാറാക്കിയതുപോലെ ഇരിക്കുന്നു. അതേസമയം ചന്ദ്രശേഖരൻ രക്ഷിക്കുകയും വേണം. എന്തിനാ പ്രതിക്ക് അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റ് വരെ വേണമെന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു വലിയ വിഷയം ഉണ്ടായിരിക്കുന്നത്, ഇത് കോടതിയിലേക്ക് കൊടുത്തു, എന്തായാലും ഇത് കോടതി കൊടുക്കും എന്ന് ഉള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ആർ ചന്ദ്രശേഖരൻ ഈ രേഖകൾ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തത്. അത് ഈ രേഖ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം അയാൾ വിശദീകരിക്കുകയും വേണം. അതെന്താണ്, കോടതിയിൽ ചെന്നതിന് ശേഷമേ പ്രതികൾക്ക് ഇത് കൊടുക്കാവൂ. ഇതിലൊക്കെ ഉപരി ഇതിൻ്റെ വാദിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മനോജ് കോടതി ഇന്ന് സമീപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടകംപള്ളി മനോജ് എന്ന് പറയുന്ന പഴയ DCC അംഗമാണ്, കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ അഴിമതിക്കെതിരെ വർഷങ്ങളായി നിരന്തരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യം കിട്ടേണ്ടത് അദ്ദേഹത്തിനാണ്, പരാതിക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അതിന് പകരം പ്രതിക്ക് കിട്ടി. ഇത് കോടതിയിൽ ചെന്നിട്ടുമില്ല. അതായത് ഇല്ലത്തൂന്നിറങ്ങി എത്തിയിട്ടില്ല. രതീഷും ചന്ദ്രശേഖരനും ഇടമല ഇരുന്നിട്ടായിരിക്കും ഇത് എഴുതിയിട്ടുള്ളത്. എഴുതിയൊരു കോപ്പി എടുത്തേണ്ട. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുമതിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ കോടതി ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് കാരണം സർക്കാരിന് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നാണ്. ചിന്തിക്കാൻ സമയമില്ല, കാരണം ഇത്രയും നാളെടുത്ത് ഇതിന് ചിന്തിക്കാൻ സമയമില്ല. നിയമവകുപ്പുണ്ട്, അവിടെ നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഒരു സംഘം ഉദ്യോഗസ്ഥന്മാരുണ്ട്, ലീഗൽ അഡ്വൈസർമാരുണ്ട്, അഡ്വക്കേറ്റ് ജനറലും പ്രോസിക്യൂഷനും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ സംഘമുണ്ട്. എന്നിട്ട് അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല. കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇത് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരണ കോടതിയെ പോലെ പെരുമാറുന്നതാണ്. നിങ്ങൾ വിചാരണ കോടതിയെ പോലെ പെരുമാറുന്നു. അതുപോലെ ഇത് അപ്പീൽ പോകാനുള്ള അവകാശം കൂടി നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ ഉത്തരവ് അപ്പീൽ അവകാശത്തോട് കൂടിയ അനുമതി നൽകുന്നു എന്നാണ് പറയുന്നത്. എന്ത് വിചിത്രമാണ്. എഴുതിയ വിവരക്കേടാണ്, അതല്ലെങ്കിൽ മനഃപൂർവ്വം എഴുതി, അതല്ലെങ്കിൽ ഗൂഢാലോചന. ഇവിടെ ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഹൂ ഈസ് സുപ്പീരിയർ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് സർക്കാരാണോ കോടതിയാണോ അന്തിമം, അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. അതായത് കോടതിയിലേക്ക് ഒരു സംഭവം കൊടുക്കുമ്പോൾ കോടതിയോട് സർക്കാർ ഉത്തരവിടുക, നേരെ മറിച്ചാണ് ഇവിടെ സംഭവിക്കാറ്. ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഒരു പദവി തന്നെ ഉണ്ട്. അങ്ങനെ സർക്കാർ കോടതിയോട് ഉത്തരവിടുന്ന ഒരു കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്. അതെ അതെ, സർക്കാർ കോടതിയോട് പറയാം മര്യാദയ്ക്ക് ഇരുന്നോണം. കോടതിയെ പോലത്തെ പെരുമാറ്റം വിചാരണ കോടതിയെ പോലെ നമ്മുടെ മച്ചമ്മിക്കാരനാണ്, നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല, ഞങ്ങൾ അങ്ങ് തരികയാണ്. പക്ഷേ അയാൾ അപ്പീൽ പോകാൻ നോക്കുവാണെങ്കിൽ അയാൾക്ക് അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്, അത് കൊടുത്തോളാം, അത് മര്യാദയ്ക്ക് അത് പെരുമാറിക്കണം. ആ രീതി, ആ ഒരു ടോണാണ് ഈ പറഞ്ഞ കോടതി ഉത്തരവിനുള്ളത്. എന്തായാലും കടകംപള്ളി മനോജ് എന്ന് പറയുന്ന പരാതിക്കാരൻ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇന്ന് കോർട്ടലക്ഷ്യം ഫയൽ ചെയ്യുകയാണ്. അതിനകത്ത് ഈ കശുവണ്ടി വകുപ്പിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ടുള്ള ബിജു അടക്കമുള്ളവർ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ്. സർക്കാർ, കശുവണ്ടി എല്ലാം വരും. അല്ല, അത് വളരെ വിചിത്ര കേട്ടുകളില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഇത് ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കുക എന്ന് പറയുന്നു, നേരെ കൊണ്ട് നടുവ് ജനലും കൊടുക്കുകയാണ് ഈ സാധനം. ഇത്രയും വിവാദമായ, ഇത്രയും തന്ത്രം, വളരെ പ്രമാദമായ ഒരു കേസിൽ മുഖ്യമന്ത്രിക്കാണ് നിയമ വകുപ്പിൻ്റെ ചുമതലയുള്ളത്. മുഖ്യമന്ത്രി മിനിമം ഒന്ന് വായിച്ചെങ്കിലും നോക്കേണ്ടത്. അദ്ദേഹം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരാളാണല്ലോ.
അല്ല, ഇത് സർക്കാരിനെ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. സർക്കാർ എങ്ങനെ ഞെട്ടാതിരിക്കും? ഒന്നാമത്തെ കാര്യം, സർക്കാർ ഉദ്ദേശിക്കുന്നതല്ല കോടതിയിൽ പോകുന്നത്. ഏറ്റവും ഇപ്പം എത്ര അനുഭവങ്ങളായി ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങിയ കാര്യമാണ്. പിന്നെ തിരുവനന്തപുരത്ത് ഗീനാകുമാരിയുടെ അത് കഴിഞ്ഞ് ED ആക്രമിച്ച കേസിൽ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇവർ പ്രവർത്തിച്ചു. അതിലൊക്കെ ഉപരിയാണ് ഇപ്പോൾ ഇത് ഹൈക്കോടതി AG അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ആൾ ഇത് കണ്ടിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചു. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. ഈ മാസം ജൂലൈ ആരംഭിച്ചിരിക്കുകയാണ്, എന്നിട്ട് ഇനിയും ജില്ലകൾ പ്രീഡറെ പോലും നിയമിച്ചിട്ടില്ല. ഇനി ഇതുപോലത്തെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ല, ഇതിന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരങ്ങ് ഭരണ ലഹരിയിലേക്കും മധുവിധ കാലഘട്ടത്തിലും ഇങ്ങനെ അർമാദിച്ചു പോവുകയാണ്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാധകർക്ക് നടുവിലാണ് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം. പക്ഷെ ഇവര് പക വീട്ടേണ്ടവരോട് പക വീട്ടുന്നുണ്ട്. എനിക്ക് അതിനകത്തൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കശുവണ്ടി അഴിമതിയുടെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ആൾ ജ്യോതികുമാർ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, വിജിലൻസിന്റെ കൊല്ലത്തെ ഇൻസ്പെക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പിണറായി സർക്കാർ അദ്ദേഹത്തെ കള്ളക്കേസ് കുടുക്കി സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം അപ്പീൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ യോഗ്യതയെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അതായത് DYSP ആണ് അദ്ദേഹം നിലവിൽ കോട്ടയത്തെ DCRBയിലെ. അദ്ദേഹത്തിന് SP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടേണ്ടവരുടെ ലിസ്റ്റ് 14ാം സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് മുമ്പുള്ളവരെ മൊത്തം കൊടുത്തു. ഇന്നലെ അദ്ദേഹത്തിന് താഴെയുള്ള 3 പേർക്കും കൊടുത്തു, അദ്ദേഹത്തിന് മാത്രം കൊടുത്തിട്ടില്ല. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം സർക്കാർ മാറി, നല്ല സർക്കാരാണ് വന്നിരിക്കുന്നത്. VD സതീശൻ എന്ന് പറയുന്നത് നല്ല വ്യക്തിയാണ്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നയാളാണ്. അദ്ദേഹം ഉറപ്പായിട്ട് ഇത്തവണ എന്തായാലും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടും എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഇതുപോലെയുള്ള അവതാരങ്ങൾക്ക് മുൻഗണന തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 2 രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താം. ഒന്നിപ്പോൾ നമ്മൾ പറയുന്നു സെക്രട്ടേറിയറ്റിൽ സതീശൻ അറിയാതെ കാര്യങ്ങൾ നടന്നു എന്ന്, അത് വെക്കുക. പക്ഷേ ഈ INTUC നേതാവ് ചന്ദ്രശേഖരനെ പ്രതിക്കൂട്ടിലേക്ക് നയിച്ച റിപ്പോർട്ടെന്ന് പറയുന്നത് ജ്യോതികുമാർ എന്ന് പറയുന്ന DYSPയുടെയാണ്. ആ DYSP അപ്പോൾ ദ്രോഹിക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മറ്റേ സതീശൻ അറിയാതെ പോയതാന്ന് പറയാനും നമുക്ക് പറ്റില്ല. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സർക്കാർ അറിയാതെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ സതീശൻ മാത്രം അറിഞ്ഞാണോ കാര്യങ്ങൾ അവിടെ നടക്കുന്നതെന്ന് സ്വാഭാവികം സംശയിക്കും. അതെ, മറ്റു മന്ത്രിമാരൊന്നും അറിയാം. അതാണ് കഴിഞ്ഞ ദിവസം ലിജോ മറ്റോ പറഞ്ഞ അയാം ദ ബോസ് എന്നുള്ള പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളത്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാൻ കഴിയും. ഒരാളുടെയും മുകളിലല്ല. എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചിരിക്കുകയില്ല. ഇപ്പം മദ്യനയത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാത്തിലും സംഭവിച്ചു. എന്താണെങ്കിലും ശരി, സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒരു ഇടത് ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ലോബിയുടെ കളികളാണ് ഇതൊക്കെയെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മളുടെ മുന്നിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളുണ്ട്. INTUC നേതാവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാവണം ഇങ്ങനെ ഒരു സംഭവം കൊടുത്തത്. അത് ആര് സംരക്ഷിച്ചു എന്നുള്ളത്. കാരണം അയാൾ 2 ആളുടെ ആളാണ്. പിണറായിയുടെ ആളാണ്, സതീശന്റെ. മറ്റു പലരും പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ചന്ദ്രശേഖരനുമല്ല, ഇതിലെല്ലാവരും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് രതീഷിനെയാണെന്നാണ്. ചന്ദ്രശേഖരന് ബലി കൊടുത്താലും വേണ്ട, രതീഷിനെ രക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെ ആഗ്രഹം എന്നാണ്. കാരണം രതീഷ് എല്ലാവരുടെയും ആളാണ്. രതീഷിൻ്റെ അടിസ്ഥാന യോഗ്യത എന്താണെന്നോ, ഇയാൾ ഏത് അടിസ്ഥാനത്തിലാണ് ഈ പദവികളിലെല്ലാം മുഖ്യമന്ത്രി ചെയർമാനായ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. അങ്ങനെയുള്ള ഒരാളിനെ അയാൾ ഇത്രയും വർഷം അവിടെ ഇരുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ ചന്ദ്രശേഖരനേക്കാൾ ഉപരി രതീഷിനെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നേതാക്കന്മാരുടെ ലക്ഷ്യം. അതിനൊക്കെ ഏതൊക്കെയോ അജ്ഞാത ശക്തികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ തമ്മിൽ അന്തർധാര കാണുമായിരിക്കും. അന്തർധാര ഉറപ്പാണല്ലോ, അത് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ചന്ദ്രശേഖരനും രതീഷും പിണറായിയുടെ വിശ്വസ്തരായിരുന്നു. പിണറായി പറഞ്ഞത്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് അനുമതി കൊടുക്കാറ്. നമുക്കറിയാം, P രാജീവും അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷും, ഈ മുഹമ്മദ് ഹനീഷും P രാജീവും പിണറായി വിജയന്റെ കാല് പിടിച്ച് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഇടപെടണ്ട, നമുക്ക് പണിയാവുമെന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. കോടതി തീരുമാനം പറഞ്ഞിരിക്കുകയാണ് അനുമതി കൊടുക്കാൻ, നമുക്കതങ്ങ് കൊടുത്താൽ പോരെ. അപ്പോഴും അദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ അത്രത്തോളം വലിയ വാത്സല്യം വരണമെങ്കിൽ, അത്രത്തോളം ഒരു ഗാഠമായൊരു ബന്ധം സ്വന്തം പാർട്ടിക്കാരേക്കാൾ കൂടുതൽ എതിർപക്ഷത്തുള്ള പാർട്ടിയുടെ ആളിനോട് വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വല്ല സാമ്പത്തിക അഴിമതി ഉണ്ടാവണം. അതെ, അത് അങ്ങനെ സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. മൊത്ത കച്ചവടക്കാരായിരുന്നുകൊണ്ട് ഇവരെല്ലാം കച്ചവടക്കാർ തമ്മിൽ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് തന്നെ കരുതേണ്ടി വരും. അതായത് ഇതൊരു ഹൈക്കോടതി ഇക്കാര്യം പരിഗണിക്കുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം, നമുക്ക് ഒരുപാട് നാളിപ്പോൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, അല്ലെ അവർ സർക്കാരിന് പണി തന്നാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരുപാട് കാലമൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം തന്നെയാണ്. എല്ലാ അന്വേഷണ ഏജൻസികളും, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ, കോടതികൾ മുഴുവൻ ഇത് അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയ ഒരു വലിയ അഴിമതി കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രോസിക്യൂഷൻ അത്യാവശ്യമാണെന്ന് സുപ്രീം കോടതി വരെ ശരിവെച്ച ഒരു കേസാണ്.
ആ നിലയ്ക്ക് ഒരു കാരണവശാലും ഈ അനുമതി കൊടുക്കുമ്പോൾ ഇയാളെ രക്ഷിക്കുന്ന, കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിപ്പം വിരുദ്ധ മുന്നണിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തതായിക്കോട്ടെ, ഇനി വി ഡി സതീശൻ ചെയ്തതായിക്കോട്ടെ, വളരെയേറെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ സർക്കാർ വി ഡി സതീശനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നതെന്ന് ഖേദപൂർവ്വം പറയട്ടെ.